ഹായ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. രാവിലെ രണ്ടുപേരും പോയതിന് ശേഷമാണ് ബാക്കിയുള്ള വീട്ടിലെ ജോലികളൊക്കെ ഒതുക്കുന്നത്. ഇതിപ്പോൾ നേരെ റൈസാണ് വെക്കുന്നത്. റൈസ് ഞാൻ ഈ റൈസ് കുക്കറിൽ വെക്കുന്നത് കൊണ്ട് തന്നെ അധിക സമയം എടുക്കത്തില്ല കുക്ക് ചെയ്തെടുക്കാൻ. ഒന്ന് രണ്ട് തിളച്ചതിന് ശേഷം ഊറ്റിയെടുക്കത്തതേ ഉള്ളൂ. ഊറ്റിയെടുത്ത് നേരെ ചൂടാക്കി റൈസ് കുക്കറിൽ തന്നെ തിരിച്ചു വെക്കും, അല്ലെങ്കിൽ അങ്ങ് തണുത്ത് പോകും റൈസ്. ചൂടോടെ ഉച്ചയാകുമ്പം ആ സമയമാകുമ്പോൾ കഴിക്കാൻ പറ്റും. ഇതൊക്കെ കഴിഞ്ഞിട്ടാണ് നേരെ കാപ്പി കുടിക്കാനായിരിക്കുന്നത്. കുറച്ച് നേരം ടി വി ഒക്കെ കണ്ട് റിലാക്സായിട്ട് ഇരുന്ന് കഴിക്കും. കുഞ്ഞുള്ളപ്പം ഇങ്ങനെ റിലാക്സ് ഇട്ടിരുന്ന് കഴിക്കാൻ പറ്റത്തില്ല. അപ്പോൾ അവരില്ലാത്തപ്പോൾ ഞാനിങ്ങനെ ടി വി ഒക്കെ കണ്ട് പയ്യെ കഴിക്കും. ബാക്കിയുള്ള ജോലികളെല്ലാം അതിന് ശേഷമാണ് ചെയ്യുന്നത്. ഇവിടെ നോൺ വെജ് കാര്യങ്ങളൊക്കെ കിട്ടാൻ നല്ല പാടാണ്. ചിക്കനൊക്കെ കിട്ടും, പക്ഷേ എപ്പോഴും കഴിച്ച് കഴിയുമ്പോൾ അതൊരു മടുപ്പാണ്. അതുകൊണ്ട് പിന്നെ അങ്ങനെ അങ്ങ് കഴിക്കാറില്ല. പിന്നെ മീനാണെങ്കിലും വളർത്തുമീനേ കിട്ടത്തുള്ളൂ. എനിക്കൊന്നും വലിയ താല്പര്യമില്ല. മോൾക്ക് വേണ്ടി ഇടയ്ക്ക് വാങ്ങിക്കും. അവളെ നോൺ വെജിൻ്റെ ആളാണ്. അപ്പോൾ പിന്നെ ഇന്ന് നോൺ വെജ് കാര്യങ്ങളൊന്നും ഇല്ല. ഇപ്പം നാട്ടിലാണെങ്കിലും ഞങ്ങൾ നേരത്തെ നിന്നത് ഇപ്പം 4 വർഷമായിട്ട് ബാംഗ്ലൂരായിരുന്നു ഗൗരിയുടെ എൻ്റെ. അപ്പം അവളിപ്പം 3.5 വയസ്സുണ്ട്. അപ്പം അവൾ കുഞ്ഞിലെ തൊട്ടേ മീനും അല്ലെങ്കിൽ അങ്ങനെയുള്ള മീൻ ഐറ്റങ്ങളെല്ലാം കഴിച്ചാണ് വളർന്നത്. അപ്പോൾ പിന്നെ അവൾക്ക് നോൺ വെജ് ഇല്ലാതെ പറ്റത്തില്ല. ഇവിടെ വന്നപ്പോൾ ആഹാരമൊക്കെ കഴിക്കാൻ നല്ല പാടാണ്. എന്തെങ്കിലുമൊക്കെ കഷ്ണങ്ങൾ കാര്യങ്ങളൊക്കെ വേണം. പക്ഷേ ഇവിടെ കിട്ടും, മട്ടനൊക്കെ നല്ലതായിട്ട് കിട്ടും. മട്ടനും കാര്യങ്ങളൊക്കെ കിട്ടും. ഞങ്ങൾ വാങ്ങിച്ചിട്ടില്ല, വാങ്ങിക്കണം. മട്ടനോടൊന്നും വലിയ പ്രിയമില്ല, ഞങ്ങൾക്ക് 3 പേർക്കും ഇല്ല. അപ്പോൾ പിന്നെ ഇന്നപ്പോൾ എന്തായാലും ഞാൻ കരുതി ഒരു ബീട്രൂട്ട് തോരനും മത്തങ്ങ എളിശ്ശേരിയും വെച്ച് മുട്ടയപ്പം ഉണ്ടാക്കി ജോലി എടുക്കാമെന്ന്. കാരണം ഉച്ചയ്ക്ക് മാത്രം മതി ചോറ്. വൈകിട്ട് ആരും കഴിക്കത്തില്ല. മോളായാലും ചപ്പാത്തി തന്നെ കഴിക്കുന്നത്. അവൾ പണ്ടേ അതൊരു ശീലമാണ്, ചപ്പാത്തി കഴിച്ച് ശീലം ഉണ്ടായാൽ അവൾക്ക് ഇഷ്ടമാണ്. വൈകിട്ട് ഫ്രഷായിട്ട് ഉണ്ടാക്കത്തതേ ഉള്ളൂ. കറിയൊക്കെ ഉണ്ടാക്കി ഞാൻ നേരെ കാസറോൾ പകർന്നു വെക്കും ചൂടോടെ കഴിക്കാൻ വേണ്ടി. പിന്നെ നേരെ ജോലിയൊക്കെ ഒതുക്കി കിച്ചണൊക്കെ ക്ലീനാക്കി പാത്രങ്ങളൊക്കെ കഴുകിയും എല്ലാം വെച്ചിട്ട് നേരെ എൻ്റെ ബാക്കിയുള്ള ജോലികളായിട്ടൊന്നും ഇല്ല. എന്നാലും ബാക്കിയുള്ള അവൾ വരുന്നതിന് മുമ്പ് മാക്സിമം ഞാൻ എല്ലാം ഒതുക്കും അവളുടെ കൂടെ ഇരിക്കാൻ വേണ്ടി. ഈ വിൻ്റർ സ്റ്റാർട്ടായതിനു ശേഷം ഞാൻ എന്നും തലേന്ന് തുണി കഴുകിയിടും. നൈറ്റ് ആകുമ്പോഴത്തേക്കും തുണി കഴുകിയിട്ടിട്ട് പിറ്റേന്നൊരു ഉച്ചയാകുമ്പോഴത്തേക്ക് കഴുകിയെടുക്കുന്നത്. കാരണം അപ്പോഴേ ആ തുണി ഉണങ്ങി കിട്ടത്തുള്ളൂ നേരെ, അല്ലാതെ ഉണങ്ങി കിട്ടത്തില്ല. കഴുകിയ തുണിയൊക്കെ കൊണ്ടുവന്നിടത്തതേ ഉള്ളൂ. ഈ ഒരു വൈകിട്ടാകുമ്പോഴേ മടക്കി വെക്കത്തുള്ളൂ. കുറേ തുണികൾ കാണും, അപ്പോൾ ഒരുമിച്ചങ്ങ് മടക്കും. പിന്നെ നേരെ പോയി ബെഡ്റൂമൊക്കെ ഒന്ന് സെറ്റാക്കി ബെഡ്ഷീറ്റൊക്കെ വിരിച്ച്. എനിക്കാണെങ്കിൽ ഒട്ടും പറ്റാത്തൊരു കാര്യമാണ് ഈ ഇങ്ങനെ ഒരു അടുക്കും ചിട്ടയില്ലാതെ കിടക്കുന്നത്. അപ്പം ഞാൻ നേരെ പോയി ബെഡൊക്കെ വിരിച്ച് കമ്പിളിയൊക്കെ വിരിച്ച് ഇങ്ങനെ സെറ്റാക്കി ഇട്ടാലേ എനിക്കൊരു സമാധാനമുള്ളൂ. പിന്നെ ഈ നെറ്റ് കെട്ടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ കൊതുകിൻ്റെ ഭയങ്കര ശല്യം. കൂടാതെ തന്നെ ബെഡ്റൂമിൻ്റെ സൈഡിലൊരു ബാൽക്കണി ഡോറും ഉണ്ട്. ആ സൈഡിലാണ് വാഷിംഗ് മെഷീൻ വെച്ചേക്കുന്നത്. തുണി കഴുകാൻ മാത്രമുള്ള തുണി ഇടാനായിട്ട് പോയി എടുക്കുകയൊക്കെ ചെയ്യും. അല്ലാത്ത പക്ഷം തുറന്നിട്ട് അപ്പോഴേ കൊതുക് കയറും. അപ്പോൾ മാക്സിമം ഞങ്ങളത് യൂസ് ചെയ്യത്തില്ല. ബാൽക്കണി പോയി നേരെ വാഷിംഗ് മെഷീനിൽ തുണി ഇട്ട് കഴുകാനോ ഇട്ടിട്ട് ഞാൻ നേരെ പോയി കുളിച്ച് ഫ്രഷായി. ഇപ്പം തന്നെ സമയം 12 മണിയായി. 12:30 ആകുമ്പോഴത്തേക്ക് മോള് വരും. മോളെ വിളിക്കാനായിട്ട് താഴെ നിന്നപ്പോൾ ദാണ്ടെന്നിരിക്കുന്നു വാനരപ്പടകൾ. അത്രയും ഉണ്ട്, കുഞ്ഞുങ്ങളും കുടുംബങ്ങളും എല്ലാം ഉണ്ട്, ഒരുപാടുണ്ട്. ഭയങ്കര ശല്യമാണ്. ഡോറ് തുറക്കാൻ പറ്റത്തില്ല, വേസ്റ്റ് ഒന്നും പുറത്ത് വെക്കാനേ പറ്റത്തില്ല. അപ്പോഴേ വലിച്ച് കീറി എല്ലാം തുരന്നെടുക്കും. ഇന്ന് ബസ് വളരെ താമസിച്ചാണ് വരുന്നത്. 12:30 ആയി. സാധാരണ 12:20, 22 ആകുമ്പോഴത്തേക്കും ബസ് വരുന്നത്. എന്നെ ഇവിടെ കണ്ടില്ലെങ്കിൽ അവൾ പേടിച്ചു പോകും. അതാ പിന്നെ നേരത്തെ വന്ന് നിൽക്കുന്നത്. മാത്രമല്ല പിന്നെ കുട്ടി വന്നു, കുട്ടി കുറുമ്പി. ഗൗരി മങ്കി ഉണ്ടായിരുന്നു ഗൗരിയുടെ. എന്ത് പഠിത്തത്? സ്കൂളിൽ രാവിലെ ഇങ്ങനെ അല്ലല്ലോ പോയത്. ഹായ് പറ. ഇനി ഞങ്ങൾ നേരെ പോയി ഡ്രസ്സൊക്കെ മാറി മേലൊക്കെ കഴുകി ഫുഡൊക്കെ കഴിച്ച് ഉറങ്ങും അല്ലേ? ബൈ.